ഒമാനിലെ ദോഫാറിൽ മൺസൂൺ കാലത്തെ വരവേൽക്കാനൊരുങ്ങുന്നു. ഖരീഫ് കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും സലാലയിലും പരിസരങ്ങളിലും കനത്ത ചൂടാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഖരീഫ് സീസൺ വരവറിയിച്ച് അടുത്ത ശനിയാഴ്ച മുതൽ ദോഫാറിൽ മഴമേഘങ്ങൾ എത്തിത്തുടങ്ങുമെന്ന് കാലാവസ്ഥാ സൂചകങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഖരീഫിന്റെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ദോഫാറിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ മഴയ്ക്കായി കാത്തിരിപ്പാണ്. മലനിരകളും മറ്റും ഇതുവരെ പച്ചപിടിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. അതിനാൽ തന്നെ ബലിപെരുന്നാൾ അവധി ദിനങ്ങളിലും സലാലയിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികൾ കുറഞ്ഞിരുന്നു. ജൂൺ 4-ാം വാരത്തോടെ ഖരീഫ് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളും. സലാലയിൽ ഇതുവരെ മഴ തുടങ്ങിയിട്ടില്ല. ഏകദേശം ഈ മാസം ജൂൺ അവസാനത്തോടു കൂടി മഴ തുടങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ. നമ്മളെപ്പോലുള്ള ട്രാവലേഴ്സും അതേപോലെ കച്ചവടക്കാരും ഒക്കെ മഴയെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഖരീഫിൻ്റെ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം 100 ഉയർത്തുകയും 7300 മുറികൾ ഒരുക്കുകയും ചെയ്തതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സലാല, താഖ, മിർബാത്ത് എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടലുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 ഖരീഫ് സീസണിൽ ദോഫാറിൽ 1.48 ദശലക്ഷം സന്ദർശകരാണ് എത്തിയത്. 2023 അപേക്ഷിച്ച് 9% വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. 24 ഒമാൻ.